വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സഹാബത്തിൻ്റെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എത്ര ദിവസത്തിലായിരുന്നു ഖുർആൻ ഓതി തീർത്തിരുന്നത്? സഹാബത്തിൻ്റെ ആസാറുകളിൽ കാണാം ഒരാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവനായി ഓതുമായിരുന്നു. അതായിരുന്നു സാധാരണ സഹാബത്തിൻ്റെ രീതി. അത് കൂടുതൽ ഓതുന്നവരും കുറച്ച് ഓതുന്നവരും ഉണ്ടാവാം, പക്ഷെ അധികം ആളുകളും ഒരാഴ്ച കൊണ്ട് ഓതുമായിരുന്നു. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി ഇരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോയി പെട്ടെന്ന്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓതാനുണ്ടായിരുന്ന ഹിസ്ബ് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഓതാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരളവുണ്ട്, അത് പൂർത്തിയായിരുന്നില്ല, അത് ഓതാൻ വേണ്ടി ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നത് കാണാം, കാനത്ത് തഖറഉ അക്സറ ഹിസ്ബിഹി അല ഫിറാശിഹ, അക്സറ ഹിസ്ബിഹ അല ഫിറാശിഹ. അവരുടെ ആ ഓതാൻ നിശ്ചയിച്ച അളവ് 1, 2, 3, 4 ഒക്കെ ജുസ് ഓതുന്നുണ്ടാവും ഒരു ദിവസം. അതെത്രയാണോ അത് ഓതാറുണ്ടായിരുന്നത് പലപ്പോഴും അവർ കിടന്നുകൊണ്ടായിരുന്നു. ഹാഫിളത്താണ്, അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, കിടന്നുകൊണ്ട് ഓതുമായിരുന്നു. അപ്പോൾ സഹാബത്തിൻ്റെ സമ്പ്രദായമാണ് ഒരു നിശ്ചിത അളവ് ഖുർആൻ ദിവസവും ഓതുക എന്നുള്ളത്. എത്രയാണോ നമുക്ക് സാധിക്കുന്നത്, നമ്മുടെ ഒഴിവ് സമയം അനുവദിക്കുന്നത് എത്രയാണോ അത്രയും അളവ് തീരുമാനിച്ചിട്ട് അത് പതിവായി ഓതുക എന്നുള്ളത്. അങ്ങനെ പതിവായി ആവർത്തിച്ച് ഓതുമ്പോഴാണ് ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം നമുക്ക് കിട്ടുക. കാരണം ഖുർആൻ പറയുന്ന ഈ ആശയങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. അല്ലെ, ഇപ്പോൾ നമുക്ക് തിന്മകൾ ചെയ്യാൻ എന്താണ് കാരണം? നമ്മൾ ആഖിറത്തിനെ കുറിച്ച് മറക്കുന്നു. പക്ഷെ ഖുർആൻ ഓതുമ്പോൾ ഈ ആഖിറത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ ആവർത്തിച്ച് കേൾക്കുന്നു. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ, ഇന്നല്ലദീന കഫറു ബിആയാതിന സൗഫ നുസ്ലിഹിം നാറ കുല്ലമ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. അല്ലെ, നരകത്തിൽ അള്ളാഹു തീ കത്തി തൊലി കരിഞ്ഞു പോയാൽ അടുത്ത തൊലി കൊടുക്കും. ഈ ആയത്തൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിലോ നമുക്ക് നരകത്തെക്കുറിച്ച് പേടിയുണ്ടാകും. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതുപോലെ തന്നെ നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അശ്രദ്ധ ഉണ്ടാകുന്നത്. അല്ലെ, പിശാച് മനുഷ്യനെ പിടികൂടുന്നത് ആദ്യം തിന്മ ചെയ്യിപ്പിക്കുകയില്ല, നേരെ വന്നിട്ട് തിന്മ ചെയ്യാൻ പറയില്ല. പിശാചിൻ്റെ ഖുത്വാത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ. പിശാചിൻ്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത് എന്നാണ് പറഞ്ഞത്. പിശാച് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കുക. ആദ്യം വന്നിട്ട് ഗഫ്ലത്ത് ഉണ്ടാക്കാൻ നോക്കും. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയൊന്നും ചെയ്യുന്നില്ല, നന്മയില്ല തിന്മയില്ല, വെറുതെ ഇരിക്കുക, അതാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്. അശ്രദ്ധരായിരിക്കുക. അതിനുശേഷമാണ് തിന്മ ചെയ്യിപ്പിക്കുക. അതുപോലെ തിന്മയിലേക്ക് എത്തിക്കാൻ പിശാചിന് പല കെണികളുണ്ട്. അതിൽപ്പെട്ട ഒരു കെണിയാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇപ്പോൾ കുറച്ച് സമയം വെറുതെ ഇരിക്കും എന്ന് പറയും പിശാച്. അങ്ങനെ വെറുതെ ഇരിക്കുന്നത് അത് തുടക്കമാണ് പിശാചിൻ്റെ. അതുകൊണ്ട് സഹാബത്ത് പറയുന്നത്, ഇന്നി ലഅക്റഹു റജുല അൻ അറാഹു സബഹ്ലല. വെറുതെ ഇരിക്കുന്ന ഒരാളെ ഞാൻ വെറുക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണോ ഇബ്നു മസ്ഊദ് ആണോ എന്ന് ഓർമ്മയില്ല, റളിയല്ലാഹു അൻഹു ഒരു സഹാബി പറഞ്ഞതാണ്, ഇന്നി ലഅക്റഹു റജുല അൻ അറാഹു സബഹ്ലല. വെറുതെ ഇരിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല. ലാ ഫീ ശൈഇൻ മിൻ അമലി ദുനിയ വലാ ഫീ ശൈഇൻ മിൻ അമലിൽ ആഖിറ. ആഖിറത്തിൻ്റെ പണിയുമില്ല, ദുനിയാവിൻ്റെ പണിയുമില്ല. ദുനിയാവിൽ ഉപകാരമുള്ള എന്തെങ്കിലും ജോലി ചെയ്താൽ മതി, അതും ചെയ്യുന്നില്ല, ആഖിറത്തിൻ്റെ ജോലിയും ചെയ്യുന്നില്ല. അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഞാൻ വെറുക്കുന്നു. കാരണം വെറുതെ ഇരിക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മാസിയത്താണ്. വെറുതെ ഇരുന്നാൽ എന്ത് ചെയ്യും? ദിക്റില്ലാതെ അമൽ ചെയ്യാതെ വെറുതെ ഇരുന്നാൽ അവൻ്റെ മനസ്സ് കാലിയാണ്. അവിടെ പിശാചിന് കാര്യം പറയാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പിശാചിൻ്റെ പല കെണികളെക്കുറിച്ചും കാണാം. സ്ത്രീകൾ പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയാണ്. അതുപോലെ നോട്ടം, അത് പിശാചിൻ്റെ കെണിയാണ്. ഇങ്ങനെയുള്ള ഖുത്വാത്തിലൂടെയാണ് പിശാച് മനുഷ്യനെ പഴപ്പിക്കുക. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടി, അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശ. പിശാച് ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കും, വയഅ്മുറുകും ബിൽ ഫഹ്ശ, പിന്നെയാണ് ഫഹ്ശ മ്ലേച്ഛതകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ആദ്യം കുറേ കാലം ദാരിദ്ര്യത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഹറാമ് ചെയ്തിട്ടാലും വേണ്ടില്ല, രക്ഷപ്പെട്ടേ മതിയാകും എന്നുള്ള ചിന്തയുണ്ടാക്കും, തെറ്റുകൾ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പിശാച് ഒരു മനുഷ്യനെ പിടികൂടും. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഖുർആൻ പാരായണം കൊണ്ട് സാധിക്കും. കാരണം പിശാചിനെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ പിശാചിൻ്റെ ഖുത്വാത്തിനെ കുറിച്ച് പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഓർമ്മ വരും. അതുപോലെ ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറയുന്നു. ഈ ആയത്തുകളൊക്കെ ആവർത്തിച്ച് കേട്ടാൽ അത് നമുക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം അപ്പോഴാണ് ലഭിക്കുക. ഇങ്ങനെയൊരു അഭിപ്രായവും ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില മുഫസ്സിരീങ്ങൾ ഉലമാക്കൾ പറഞ്ഞത് കാണാം.